സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ് സ്പ്രെഡാണ് എത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് കറണ്ട് എനർജി നോക്കുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്സ് ഇമോഷനെ സൂചിപ്പിക്കുന്നു. അതായത് ഇയാളൊരു ഇമോഷണലി ബാലൻസ്ഡ് ആയ ഒരാളാണ്. ദയാശീലനാണ്. സാഹചര്യങ്ങളെ വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഉദാര മനസ്കരാണ്. ഹാർഡ് വർക്കിംഗ് ആണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇയാൾ ഈ എന്താണ് മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ അത് അയാൾ നടപ്പാക്കും. അത് ലോജിക്കാണോ എന്നൊന്നും നോക്കുന്നില്ല. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു കപ്സായിട്ട് കുതിരയമ്മ വരുമ്പോൾ നമ്മൾ പറയും ഒരു ലവർ വരുന്നു എന്നും കൂടി ഇതിൽ പറയാറുണ്ട്. അങ്ങനെയും കാണാറുണ്ട്. ഒരു ലവർ വരുന്നു. അപ്പോൾ അടുത്ത കാർഡ് എന്താണ്? ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യചക്രം. ഭാഗ്യമുള്ള സമയമാണെങ്കിൽ ആ ചക്രം നമുക്ക് ഗുഡ് ലക്കും സക്സസ്സും കൊണ്ടുവരും. മറിച്ചാണെങ്കിൽ എന്തായിരിക്കും? കയോട്ടിക് സിറ്റുവേഷനാവും. പക്ഷേ ആ സിറ്റുവേഷനിൽ നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ 5 of Wands ആണ്. 5 of Wands പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഘർഷം ഉണ്ടാവുക, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അത് സ്വന്തക്കാരിൽ നിന്ന് തന്നെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. ഇയാൾക്കറിയുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ അടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതുണ്ടാവാതിരിക്കാനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു പുതിയൊരു ലവ് റിലേഷൻഷിപ്പ് വരാണെങ്കിൽ നല്ല സമയമാണെങ്കിൽ അവിടെ ഗുഡ് ലക്കും സക്സസ് ആയിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതാണ് ഇവിടെ ഫോക്കസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാർഡാണ്. ഭാഗ്യചക്രമാണ്. നല്ല സമയമാണെങ്കിൽ ഗുഡ് ലക്കും സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറിച്ചാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.